വിശുദ്ധവാരമാണ്. നമ്മുടെ 7ാമത്തെ മൊഴികളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ദിവസത്തെ മുഴുവൻ വിചാരങ്ങളും നമ്മൾ കേന്ദ്രീകരിക്കണം. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ അർപ്പിക്കുന്നു. യേശു ആദ്യം ഉച്ചരിച്ച വാക്കെന്താണ്? ദബ്ബ എന്നുള്ള വാക്കായിരുന്നു. 3 ദിവസം കുട്ടിയെ കാണാതെ പരിഭ്രമിച്ച അച്ഛനും അമ്മയും ദേവാലയത്തിലെത്തുമ്പോൾ അതിനകത്ത് കുട്ടിയെ കണ്ടു. ഞങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടിലാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി കൊടുത്ത ഉത്തരം എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതല്ലേ. കുറച്ച് കൃത്യമായിട്ട് ഉള്ള വിവർത്തനം, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലായിരിക്കേണ്ടതല്ലേ. ഇതായിരുന്നു യേശു ഉച്ചരിച്ച ആദ്യത്തെ പദം, അബ്ബ. 12 വയസ്സാണ് കുട്ടിക്ക്. 12 വയസ്സെന്ന് പറയുന്നത് പിബർട്ടി ഏജാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഇങ്ങനെ മുതിരുകയോ തിരളുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രായമാണിത്. ശരീരം പാകപ്പെട്ട അതേ പ്രായത്തിൽ തന്നെ യേശുവിൻ്റെ ആന്തരികതയും പാകപ്പെട്ടു. ആ പാകപ്പെട്ട ആന്തരികതയിൽ നിന്നും മുഴങ്ങുന്ന മന്ത്രമാണ് അബ്ബ. നമുക്കൊരു കുഞ്ഞു പ്രശ്നം പറ്റി. നമ്മൾ ഈ വേദപുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ യേശു ഉപയോഗിച്ച അബ്ബ എന്ന് പറയുന്ന അരമായിക് വേർഡ് ഹീബ്രുവിൻ്റെ തന്നെ ഒരു ഡിസ്റ്റന്റ് കസിനൊക്കെ ആയിട്ട് വരും. അതിന് നമ്മൾ കൊടുത്ത ഒരു വിവർത്തനം പിതാവെന്നായി മാറി. എല്ലാ വേദപുസ്തക വിവർത്തനങ്ങളിലും അതങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. പക്ഷെ പ്രശ്നമുണ്ട്. ഈ പിതാവെന്ന് പറയുന്നൊരു പദം വളരെ സാങ്കേതിക, വൈകാരികമല്ല. ഡിനോട്ടേറ്റീവ് എന്ന് പറയുന്നൊരു സംഭവമാണ്. റെസ്പോൺസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ഫോമൊക്കെ പൂരിപ്പിക്കുമ്പോൾ മാത്രം നിങ്ങൾ പരിചയപ്പെടുന്ന വാക്കാണത് പിതാവിൻ്റെ പേര്. നിത്യജീവിതത്തിൽ നമ്മളാരും ഇങ്ങനെ അപ്പനെ പിതാവെന്ന് വിളിക്കാറില്ല. അപ്പം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. യേശു ഉപയോഗിച്ച ഏറ്റവും ഇൻറ്റിമേറ്റായ ഒരു പദം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടേണ്ടത് ഇങ്ങനെയായിരുന്നു: ഒന്നുകിൽ അച്ഛ, അല്ലെങ്കിൽ ക്രിസ്തീയ പരിസരങ്ങളിലൊക്കെ വിശേഷിപ്പിക്കുന്ന കണക്ക് ഇങ്ങനെ അപ്പ എന്ന് വിളിക്കുക. രണ്ടുമല്ല സംഭവിച്ചത്. സ്വാഭാവികമായിട്ട് പുതിയ നിയമം നമ്മളും തമ്മിൽ കുറച്ച് ഇങ്ങനെ ഡിസ്കണക്റ്റ് ആയിട്ട് നിൽപ്പുണ്ട്. ചെയ്യാവുന്നത് ഒരു കുഞ്ഞു കാര്യമാണ്. ഏകദേശം 100-200 ഇടങ്ങളിലായിട്ട് യേശു ദൈവത്തെ ഇങ്ങനെ അബ്ബ എന്ന് വിളിച്ചിടത്തൊക്കെ പിതാവെന്ന ഭാഷാന്തരമാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യം, നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഒരു 5 ഇടത്തിൽ ഈ പറയുന്ന പിതാവ് വെട്ടി നിങ്ങൾ നിങ്ങളുടെ അപ്പനെ വിളിച്ച വാക്ക്, അച്ഛനെ വിളിച്ച വാക്ക് ഒന്ന് പെൻസിൽ കൊണ്ട് എഴുതി വെക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചിരുന്ന വാക്ക് അച്ഛ എന്നാണ്. ഞാനതും തിരുത്താൻ പോവുകയാണ്. മറിച്ചു, ഇവിടെ ഒരു പിതാവുണ്ട്, തിരുത്തി അച്ഛായ. ഇവിടെ ഒരു പിതാവുണ്ട്, തിരുത്തി അച്ഛായ. ഇവിടെ ഒരു പിതാവുണ്ട്, തിരുത്തി അച്ഛായ. എനിക്ക് 5 പോലും വേണ്ട. ഒരു 3 കഴിയുമ്പോൾ തന്നെ എൻ്റെ ബോധം ഇങ്ങനെ കീഴ്മേൽ മറിയാൻ തുടങ്ങും. ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇങ്ങനെ നമ്മൾ തുണി സ്പിൻ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. അപ്പം ആ ഒരു കുഞ്ഞു പദമാണ് വ്യത്യാസമുണ്ടാക്കാൻ പോകുന്നത്. എന്താണോ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വിളിച്ചത്, ആ പദത്തിൻ്റെ കുറെ കൂടി പ്യൂരിഫൈഡ് ആയിട്ടുള്ള, കുറെ കൂടി നിർമ്മലമായ സാന്നിധ്യമായിട്ട് ദൈവത്തെ തിരിച്ചറിയുക. അച്ഛ എന്തൊരു വാക്കാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. പഴയ നിയമത്തിലൊക്കെ ദൈവത്തെ പിതാവെന്നൊക്കെ പറയുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ യേശു മനസ്സിലാക്കിയത് കണക്കല്ല. പഴയ നിയമത്തിൽ മിക്കവാറും അത്തരം പിതാവെന്ന് പറയുന്ന സങ്കല്പങ്ങൾ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിക്ക് നിരക്കുന്ന വിധത്തിൽ വളരെ പവർഫുള്ളായ ഒരു വാക്കായിരുന്നു. വളരെ ശക്തനായ, ഓൾമൈറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാക്കായിരുന്നു. യേശു പരിചയപ്പെടുത്തിയ ഈ പിതാവെന്ന് പറയുന്ന ഓൾമൈറ്റി അല്ല, ഓംനിപൊട്ടൻ്റ് അല്ല, ഇങ്ങനെ ഓംനി പ്രസൻ്റാണ്. സദാ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളാണ്. അത് വിശദീകരിക്കാൻ വേണ്ടി മാത്രം പക്ഷെ വളരെ വൈകാരികമായൊരു കാര്യത്തെ ഇല്ലസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കുകയാണ്. വളരെ ഇമോഷണലാണ്. ഓരോ പ്രാവശ്യം ഞാൻ വിചാരിക്കുന്നു അതിന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനെ നിർവചിക്കാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു ഇൻസിഡൻറ്റിനുള്ളിൽ ഞാൻ കടന്നു പോയിട്ടില്ല. എനിക്ക് വളരെ അടുപ്പമുള്ള ഡോക്ടറുണ്ട്, ഡോക്ടർ അജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ എമ്പതിയുള്ള ഡോക്ടറാണ്. ഒരിക്കൽ ഡോക്ടറുടെ വാർഡിലേക്ക് ടെർമിനലി ഇല്ലായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയുള്ള വാർഡാണ്. കടന്നു പോകുന്ന ഉറപ്പാണ്. പരിചരണം മാത്രമേ സാധ്യമുള്ളൂ, ശമനമില്ല. അവിടേക്ക് ഇങ്ങനെ രാമൻകുട്ടി എന്ന് പറയുന്നൊരു പാലക്കാട്ടുകാരൻ, രഞ്ജിത്ത് എന്ന് പറയുന്ന 9ാം ക്ലാസ്സുകാരൻ കുട്ടിയായിട്ട് വന്നു. 13 വയസ്സായ കുട്ടിക്ക് ഏതാനും നാളുകളേ ഉള്ളൂ. എത്ര കൊടിയ ഉറക്ക ഗുളിക കൊടുത്തിട്ടും
ഈ കുട്ടി ഉറങ്ങുന്നില്ല. വേദന പെയിൻ കില്ലേഴ്സ് ഒന്നും ഈ കുട്ടിയെ സഹായിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയ രാമൻകുട്ടി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്രേറ്റ് വാടാ, എൻ്റെ പൊന്നു ഡോക്ടറെ, നിങ്ങൾ എൻ്റെ കുട്ടിക്ക് എന്ത് മരുന്ന് കൊടുത്താലും എൻ്റെ കുട്ടി ഉറങ്ങത്തില്ല. എന്താ കാര്യം? അവന് വയ്യാണ്ടായ നാൾ തൊട്ട് അവന് ഞാൻ എൻ്റെ ചങ്കിലിട്ട് ഉറക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു ഡോക്ടർ ഒന്ന് അനുവദിക്കുമെങ്കിൽ ഞാൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 2 കൊട്ട് കൊട്ടി ഇത് ഇപ്പോൾ ഉറക്കി കാണിച്ചു തരാം. ഡോക്ടർ ജയൻ പറഞ്ഞു, രാമൻകുട്ടി, നിങ്ങൾക്കും നല്ലതല്ല, കുട്ടിക്കും നല്ലതല്ല, വേറെ ആൾക്കാരുണ്ട്, ആർക്കും നല്ലതല്ല. കാര്യം പെട്ടെന്ന് അയാൾക്ക് പിടുത്തം കിട്ടും. അപ്പോൾ ആൾ വേറൊരു ചോയ്സ് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ ഒരു കാര്യം ചെയ്യാമോ? എന്താണത്? കുട്ടി കിടക്കുന്ന കട്ടിലില്ലേ? ഉണ്ട്. അതിനോട് ചേർന്നൊരു ഭിത്തിയില്ലേ? ഉണ്ട്. അവനോട് പറയണം, അച്ഛൻ ഭിത്തിയോട് ചേർന്ന് നിൽപ്പുണ്ട്. ശരി, പറയാം. വെളുപ്പിനെ ഏകദേശം ഒരു 3 മണിക്കൊക്കെ ഡോക്ടർ ജയൻ പുറത്തേക്ക് വരുമ്പോൾ കണ്ടു, രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യൻ അപ്പോഴും നിൽപ്പുണ്ട്, തൻ്റെ നെഞ്ചും കൂടി ഭിത്തിയോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡായിട്ട്. ഇതാണ് അച്ഛൻ. പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച ഒരാൾ. ആ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചത് കൊണ്ട് ജീവിതത്തിൽ ഇന്നോളം ഒരു മകനോ മകളോ തൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഒരു പ്രത്യേക നിമിഷത്തിൽ നല്ല മകനായ യേശു ഉൾപ്പെടെ. അതുകൊണ്ടാണല്ലോ എന്തിനെന്നെ കൈവിട്ടെന്ന് നിലവിളിച്ചത്. എൻ്റെ ഒരു കുഞ്ഞു പ്രശ്നം ആ ദിവസം പരിഹരിക്കപ്പെട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനെന്നെ കൈവിട്ടുവെന്ന് യേശു നിലവിളിച്ചപ്പോൾ യേശുവിൻ്റെ അപ്പൻ എവിടെയായിരുന്നു? രാമൻകുട്ടിയെപ്പോലെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അതിനെക്കുറിച്ചാണ് വേദപുസ്തകം പിന്നീട് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി സൺ. അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചതുകൊണ്ട് അവൻ തൻ്റെ ഏകജാതനെ നമുക്ക് നൽകി. മനുഷ്യനോട് ഇത്രയും അടുപ്പം പുലർത്തുന്ന, മനുഷ്യന് ഇത്രയും വില കൊടുക്കുന്ന അധികം കവിതകളൊന്നും ലോകത്ത് വേറെ രചിക്കപ്പെട്ടിട്ടില്ല. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് സൺ ഓൺലി സൺ. അത്രമേൽ സ്നേഹം കിട്ടിയ, അത്രമേൽ വില കിട്ടിയ ആ ജീവിതം കൊണ്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ആമേൻ.